الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أن تقول نفس يا حسرة على ما فرطت في جنب الله وإن كنت لمن الساخرين. أو تقول لو أن الله هداني لكنت من المتقين. أو تقول حين ترى العذاب لو أن لي كرة فأكون من المحسنين. بلى قد جاءتك آياتي فكذبت بها واستكبرت وكنت من الكافرين. ويوم القيامة ترى الذين كذبوا على الله وجوههم مسودة أليس في جهنم مثوى للمتكبرين. وينجي الله الذين اتقوا بمفازتهم لا يمسهم السوء ولا هم يحزنون. الله خالق كل شيء وهو على كل شيء وكيل. له مقاليد السماوات والأرض والذين كفروا بآيات الله أولئك هم الخاسرون. قل أفغير الله تأمروني أعبد أيها الجاهلون. ولقد أوحي إليك وإلى الذين من قبلك لئن أشركت ليحبطن عملك ولتكونن من الخاسرين. بل الله فاعبد وكن من الشاكرين. ما قدر الله حق قدره والأرض جميعا قبلته يوم القيامة والسماوات مطويات بيمينه سبحانه وتعالى عما يشركون. صدق الله العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ സുമർ 56-ാമത്തെ ആയത്ത് മുതൽ 67-ാമത്തെ ആയത്ത് വരെയുള്ള ആയത്തുകളാണ് ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്ത് ഏതാണ്ട് അവസാനത്തിൽ ആയിരിക്കുകയാണ്. നാളത്തെ ക്ലാസ്സോടുകൂടി ഈ സൂറത്ത് അവസാനിക്കും. ഈ സൂറത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിശദമായി ബോധിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകൾ വിശദമായി നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. അല്ലാഹു തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അന്തഖൂല നഫ്സുൻ, ഒരു നഫ്സും പറയാൻ വേണ്ടി, അന്തഖൂല പറയാൻ, നഫ്സുൻ ഒരു നഫ്സും, യാ ഹസ്രത്താ നാശമേ എന്ന് പറയാതിരിക്കാൻ വേണ്ടി. തഖൂല നഫ്സുൻ യാ ഹസ്രത്താ,
എന്ന് പറയാതിരിക്കാൻ വേണ്ടിയാണ് ഈ ആയത്തുകൾ പറയുന്നത്. അലാമ ഫർറത്തു ഫീ ജംബില്ല, അലാമ ഫർറത്തു എനിക്ക് വീഴ്ച വരുത്തിയതിന്, ആ ഫർറത്തു ഫീ ജംബില്ല അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പാദത്തിൽ വരുന്ന വീഴ്ച. ഫർറത്താൽ വന്ന വീഴ്ച വരുത്തിയതാണ്. ഫീ ജംബില്ല അള്ളാഹുവിന്റെ കാര്യത്തിൽ നമുക്ക് വമ്പിച്ച വീഴ്ച വന്നു പോയിരിക്കുകയാണ്. വൈകുന്തു തീർച്ചയായും ഞാൻ മിനൽ മുസഖരീൻ, തീർച്ചയായും ഞാൻ മിനൽ മുസഖരീൻ പരിഹാസം വന്നു പോയിരിക്കുന്ന കൂട്ടത്തിലാണ് വിട്ടുപോയത്. അതുകൊണ്ട് ഈ വന്നുപോയ നഫ്സിനെ വിറ്റേച്ചുകൊണ്ടും വന്നുപോയ വീഴ്ചകളെ പറ്റി പരാമർശിച്ചുകൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ പോരായ്മകൾ വീഴ്ചകൊണ്ടും ആണ് അല്ലാഹു തആല നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത് ഒരു തവണയല്ല, 2-3 തവണ ആവർത്തിച്ചിട്ടുണ്ട്. ഇവിടെ അന്തകൂല നഫ്സുൻ എന്ന് പറയുന്നതുപോലെ ഇനി പറയുന്നത് ഔ തകൂല നഫ്സുൻ, അല്ലെങ്കിൽ ഒരാൾ പറയാൻ അന്നല്ലാഹു, തീർച്ചയായും അള്ളാഹു അതാനി അവന് നമുക്ക് സന്മാർഗം തന്നു. കുന്തുമിനൽ മുത്തഖീൻ, ഞാൻ മുത്തഖീങ്ങളിൽപ്പെട്ടവനായി തീർന്നിരിക്കുന്നു. ഹദാനി എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവിതത്തിൽ മാറുന്നു കാണിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ കുന്തുമിനൽ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ ആയിത്തീരുകയും ചെയ്തു. മുത്തഖീയുടെ കൂട്ടത്തിൽ ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തന്ന ഈ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പകർത്താനും അതനുസരിച്ച് ജീവിക്കാനും നമുക്ക് സാധിച്ചു. അതാണ് കുന്തുമിനൽ മുത്തഖീൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഔ തഖൂല, അല്ലെങ്കിൽ നിങ്ങൾ പറയാൻ ഹീനത്തറൽ അദാബ്, അള്ളാഹുവിന്റെ ശിക്ഷ വരാതിരിക്കുന്നതിന് വേണ്ടി. ലൗ അന്നരീ കറത്തും, ലൗ അന്നരീ എനിക്ക് ആവർത്തിച്ചാൽ, കറത്തുൻ ഭൗതികമായ ജീവിത വിഭവങ്ങൾ, കറത്ത് തന്നെ ആവർത്തിക്കാം, പിന്നെയും ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുക. ലൗ അന്നരീ കറത്തൻ, എനിക്ക് ആവർത്തിക്കുകയാണെങ്കിൽ വാക്കൂല ഞാനായിരിക്കും മനുഷ്യനെയും സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ പെട്ടുപോകും. അങ്ങനെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളിലും കുറ്റങ്ങളിലും എല്ലാം നമുക്ക് പോരായ്മ ചെയ്യാൻ അല്ലാഹു തആല സൗകര്യവും ഉദവിയും നേതൃത്വവും ഒക്കെ നൽകി അനുഗ്രഹിക്കണം. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ ഈ നിയമങ്ങൾ പഠിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ആവർത്തിച്ചുകൊണ്ട് ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അത് ജാത്തിക്ക് ആയാത്തി, എന്റെ ആയത്തുകൾ നിനക്ക് വന്നു. കല്ലപ്പെട്ട, അങ്ങനെ അത് തള്ളിപ്പറഞ്ഞു. വസ്തക്ബർത, അവൻ അഹങ്കരിച്ചു. അഹങ്കരിച്ചു. നിങ്ങൾ ആയിത്തീർന്നു, നിങ്ങൾ കാഫിരീൻ, സത്യനിഷേധികളുടെ കൂട്ടത്തിൽ ആയിത്തീർന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും ആവർത്തിച്ചുകൊണ്ട് തള്ളിപ്പറഞ്ഞുകൊണ്ട് ആവർത്തിച്ച് ജീവിച്ചില്ല. അഹങ്കരിച്ച് ജീവിച്ചില്ല. കുന്തമിനൽ കാഫിരീൻ, സത്യനിഷേധികളുടെ കൂട്ടത്തിൽ ആയിത്തീരുകയും ചെയ്തു. അങ്ങനെ വന്നുപോയ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമുക്ക് കഴിയും. അതാണ് നമുക്ക് ആവശ്യം. ഖിയാമത്ത് നാളിൽ തറല്ലദീന കദബു, നീ കാണും, അല്ലദീന കദബു, കള്ളം പറഞ്ഞവരെ, അലല്ലാഹി, അള്ളാഹുവിന്റെ പേരിൽ കള്ളം പറഞ്ഞവരെ. വുജൂഹും, അവരുടെ മുഖങ്ങൾ, മുസ്വദ്ദത്തുൻ, കറുത്തിരുണ്ട് പോവുകയാണ് ചെയ്യുന്നത്. വുജൂഹും മുസ്വദ്ദത്തുൻ അലൈസ ഫീ ജഹന്നമ, അലൈസ അവരല്ലയോ, ഫീ ജഹന്നമ നരകത്തിൽ, മസ്വൻ
പാർപ്പിടം മുത്തകബ്ബിരീൻ അഹങ്കരിച്ചു പോകുന്ന ആളുകൾക്ക്. അപ്പൊ ജീവിതത്തിൽ വന്നുപോയ ഈ തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഇടയ്ക്കിടെ ആവർത്തിച്ചുകൊണ്ട് പറയാണ്, ഉസ്വത്വത്തിൽ നിങ്ങൾക്ക് അറുത്തിരുണ്ട് പോയിരിക്കുന്നു. അതേ സഫീ ജഹന്നമ, അവർ നരകത്തിൽ മസുബൽ പാർപ്പിടമാണുള്ളത്. മുത്തക്കബ്ബിരീൻ അഹങ്കരിക്കുന്നവരായ ആളുകളുടെ കൂട്ടത്തിൽ വെട്ടുപോയിരിക്കുന്നു. പതിനഞ്ചില്ലാഹു അള്ളാഹു തആല സംരക്ഷിച്ചിരിക്കുന്നു, രക്ഷിച്ചിരിക്കുന്നു. അല്ലദീനത്തഖൗ പരിശുദ്ധമായ പരിപാലനങ്ങളെ വിജയസ്ഥാനം കൈക്കൊണ്ടുകൊണ്ട് ഇത്തക്കാനെ സൂക്ഷിക്കുന്ന ദൈവത്തെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ സൂക്ഷിച്ചുകൊണ്ട് ദൈവത്തെ സൂക്ഷിക്കുന്ന ആളുകളെ അള്ളാഹു തആല സംരക്ഷിക്കുന്നു. മഫാദത്തെയും അവരുടെ വിജയം കാരണം മറ്റു മറുഭാഗത്ത് ലായമസ്സും അവർക്ക് സ്പർശിക്കുകയും ചെയ്യും. മറുഭാഗം വലാഹും യഹ്സനൂൻ അവർ ദുഃഖഭാഗം ദൈവത്തിന്റെ യഹ്സനൂൻ അവർ തെറ്റുകളിൽ നിന്ന് രക്ഷപ്പെടും. വലാഹും യഹ്സനൂൻ. അല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ, അല്ലാഹു എല്ലാം സൂക്ഷിക്കുന്നവനാണ്. ഖാലിഖ് സിട്ടാവാകുന്നു. വഹു അവൻ അലാ കുല്ലി ഷൈഇൻ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും വക്കീൽ കൈകാര്യകർത്താവും അവൻ തന്നെയാകുന്നു. വഹു അലാ കുല്ലി ഷൈഇൻ വക്കീൽ. അള്ളാഹുവാണ് എല്ലാം സൂക്ഷിച്ചു ജീവിക്കുന്ന ആളുകൾ. ലഹു മഖാലീദു സമാവാത്തി, അവനാകുന്നു മഖാലീദു സമാവാത്തി ആകാശഭൂമികളുടെ മഖാലീദ് എന്ന് പറഞ്ഞാൽ താക്കോല്. ലഹു മഖാലീദു സമാവാത്തി ആകാശങ്ങളുടെ താക്കോൽ, ആകാശഭൂമിയുടെ താക്കോലുകൾ അള്ളാഹുവിൻ്റെതാകുന്നു. വല്ലദീന കഫറു നിഷേധികളായ ആളുകൾ ഈ ആയാത്തില്ല അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ഉലൈക ഹുമുൽ ഖാസിറൂൻ അവരാണ് എല്ലാം നഷ്ടപ്പെട്ടു പോയ ആളുകൾ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ജീവിതത്തിലുള്ള കാര്യങ്ങൾ അവൻ മനുഷ്യൻ ഇന്ന് പറയാണ്. ലഹു മഖാലീദു സമാവാത്തി വൽ അർള് ആകാശഭൂമികളുടെ താക്കോലുകൾ അവന്റെ കൈവശമാകുന്നു. വല്ലദീന കഫറു ബി ആയാത്തി റബ്ബിഹിം വല്ലദീന കഫറു കാഫിറുകളാകുന്ന നിഷേധികളായ ആളുകൾ ബി ആയാത്തില്ലാഹി അള്ളാഹുവിന്റെ ആയത്തുകൾ നിഷേധിക്കുന്ന ആളുകൾ ഉലൈക ഹുമുൽ ഖാസിറൂൻ അവരാണ് എല്ലാം നഷ്ടപ്പെട്ട ആളുകൾ. നബിയെ താങ്കൾ പറയുക, അഫഗൈറല്ലാഹി അള്ളാഹു അല്ലാത്തവരെയാണോ തഅ്മുറൂനി നിന്നെ കൽപ്പിക്കുകയാണോ? തഅ്മുറൂനി അഫഗൈറല്ലാഹി അള്ളാഹു അല്ലാത്തവരെയാണോ തഅ്മുറൂനി നിങ്ങൾ എന്നെ കൽപ്പിക്കുകയാണോ? അഅ്ബുദു ഞാൻ അഹങ്കരിക്കുന്നു. അയ്യുഹൽ ജാഹിലൂൻ അവിവേകികളായ ആളുകളെ നിങ്ങൾ ഞാൻ അഹങ്കരിക്കുന്നു, ഞാൻ കൽപ്പിക്കുന്നു. അബുദു എന്നാൽ ഞാൻ വിവേചിക്കുന്നു, കൽപ്പിക്കുന്നു. അയ്യുഹൽ ജാഹിലൂൻ അവിവേകികളായ ആളുകളെ നിങ്ങളോട് ഞാൻ കൽപ്പിക്കുകയാണ്. അള്ളാഹു അല്ലാത്തവരെയാണോ തഅ്മുറൂനി നിങ്ങൾ എന്നോട് കൽപ്പിക്കുന്നു? അഅ്ബുദു ഞാൻ നിങ്ങളോട് അഹങ്കരിക്കുന്നു, ആരാധിക്കുന്നു. അയ്യുഹൽ ജാഹിലൂൻ അവിവേകികളായ ആളുകളെ നിങ്ങൾ ചെയ്യുന്നതെല്ലാം അവിവേകിയായ നിങ്ങൾ ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ജീവിതത്തിൽ എന്തുതരം പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെയാണ് വന്നുപോയതെങ്കിലും അത് ധിക്കരിച്ചുകൊണ്ട് അവൻ അംഗീകരിക്കേണ്ടതുണ്ട്. അങ്ങനെ ചെയ്യുന്നതിലാണ് ഇവിടെ പറയുന്നത്. കൊണ്ട് നോക്കൂ, വിലക്കതയിലേക്ക നിങ്ങൾക്ക് അറിയിക്കപ്പെട്ടിരിക്കുന്നു. വൈരല്ലതീന മിങ്കമിരിക്ക നിങ്ങളെ മുൻഗാമികൾക്കും വൈരല്ലതീനയിലേക്ക നിങ്ങളിലേക്ക് ഇറക്കപ്പെട്ടിരിക്കുന്നു. വൈരല്ലതീന മിങ്കമിരിക്ക നിങ്ങളെ മുൻഗാമികളിലേക്കും ഇറക്കപ്പെട്ടിരിക്കുന്നു. ലൈന അശ്രക്ത നീ സൃഷ്ടി ചെയ്യുകയാണെങ്കിൽ പങ്കു ചേർക്കുകയാണെങ്കിൽ
അവൻ നിങ്ങളെ പാഴായിക്കളയും. അമലുക്ക നിങ്ങളുടെ കർമ്മം പാഴായിക്കളയും. അശ്രക്ത നിങ്ങൾ പാഴാക്കി കളയും. അമലുക്ക നിങ്ങളുടെ പ്രവർത്തനങ്ങളെ അവൻ പാഴായിക്കളയും. തെക്കൂനെന്ന നിങ്ങൾ ആയിത്തീരും. നിങ്ങൾ ഹാസിരീൻ എല്ലാം നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ ആയിത്തീരുകയും ചെയ്യും. ബലില്ലാഹ ഫഅബ്ദ് വകുൻ മിനശ് ശാകിരീൻ. ബലില്ലാഹ അള്ളാഹുവിനോട് നിങ്ങൾ വഴിപ്പെടുക. വകുൻ നീ ആയിത്തീരുക മിനശ് ശാകിരീൻ നന്ദിയുടെ കൂട്ടത്തിൽ ആയിത്തീരുക. ഇത് ഒരു 66-ാമത്തെ ആയത്താണ് ഈ ആയത്ത്. ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു സംഭവമാണ്. എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ ഇടയ്ക്കിടെ ഖുർആനിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണിത്. വാസ്തവത്തിൽ മക്ക ജീവിതത്തിലാണ് ഈ ആയത്തുകൾ ഇറങ്ങുന്നത്. യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാമുറകളിൽ ഒന്നാണ് ഇബാദത്ത് എന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണം. അള്ളാഹുവിന്റെ നിസ്കരിക്കുക, നോമ്പ് നോക്കുക, സക്കാത്ത് കൊടുക്കുക, ഹജ്ജ് ചെയ്യുക, നോമ്പ് നോക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല, ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ സർവശക്തനായ അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ടും അവന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ടും അവന്റെ കാര്യങ്ങൾ തീരുമാനിച്ചുകൊണ്ടും ജീവിക്കുന്നതിനാണ് ഇബാദത്ത് എന്ന് പറയുക. ഇവിടെ പറയുന്നത് ഫഅബ്ദില്ലാഹ നിങ്ങൾ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക. ഒക്കും നിങ്ങൾ ആവുക മിനശ്ശാകിരീൻ ശുക്ർ ചെയ്ത് നന്ദിയുള്ളവരായി തീരുക, കൂറുള്ളവരായി തീരുക എന്ന് പറയാണ്. ഇടയ്ക്കിടെ ഈ ആയത്ത് ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ മാത്രമല്ല, ഈ ആയത്തിന്റെ തുടക്കത്തിലും ഇതേ കാര്യം ആവർത്തിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്. എന്നിട്ട് പറയുന്നു മാ ഖദറുല്ലാഹ ഖദരിഹി മാ ഖദറുല്ലാഹ അള്ളാഹുവിന്റെ ഖദർ ഹഖ ഖദരിഹി അവന്റെ മനസ്സിലുള്ളത് പോലെ ചെയ്യുന്ന കാര്യം പോലെ വല്ലാഹു ജമിയ എല്ലാ ഭൂമിയൊക്കെയും വല്ലാഹു ജമിയ ഭൂമി മുഴുവനും അബദ്ധ അതിനെ ഞങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുന്നു. യൗമൽ ഖിയാമത്ത് നാളിൽ ഭൂമിയിലെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുന്നു. വസ്സമാവാത്തു എല്ലാ ആകാശങ്ങളൊക്കെയും മഖ്ബിയാത്തുൻ ബിയമീനിഹി അവന്റെ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുകയാണ്. സുബ്ഹാനഹു അവൻ എത്ര പരിശുദ്ധൻ, വതആല അവൻ എത്ര മഹാൻ, സുബ്ഹാനഹു അവൻ എത്ര മഹാൻ, വതആല അത്യന്തം മുന്നിൽ നിൽക്കുന്നവനും താഴ ഉന്നതനും അമ്മാശ്വരിക്കുകയും അവൾ പങ്കുവെക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഉന്നതനുമാകുന്നു. ഈ ആയത്ത് വളരെ പ്രാധാന്യമുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കുകയും ആ കാര്യങ്ങളിലെല്ലാം അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളും നിയമങ്ങളും പ്രയോഗത്തിൽ വരുത്തിക്കൊണ്ട് ജീവിക്കണം. അതാണ് അള്ളാഹുവിന്റെ ഖദറുല്ലാഹ ഖദരിഹി എന്ന് പറഞ്ഞതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം അതാണ്. അതുകൊണ്ട് തന്നെ വല്ലാഹു ജമിയ ഖബൽതുഹു എല്ലാ ഭൂമിയൊക്കെയും അള്ളാഹുവിന്റെ കുരുത്തത്തിലാണ് ഇപ്പോൾ ഉള്ളത്. യൗമൽ ഖിയാമത്ത് നാളിൽ സമാവാത്തും മത്ബിയാത്തും എല്ലാ ആകാശങ്ങളൊക്കെയും മത്ബിയാത്തും ചുരുട്ടപ്പെട്ടതാകുന്നു. ബിയമീനി വളരെ ചുരുട്ടപ്പെട്ടതാകുന്നു. സുബ്ഹാനഹു അവൻ എത്ര പരിശുദ്ധനാണ്, വതആല അവൻ ഉന്നതമാകുന്നു, അമ്മാ യുശ്രികൂൻ അവർ ചെയ്തു വരുന്ന കാര്യങ്ങളെ പറ്റിയെല്ലാം. ഇവിടെ വളരെ ഗൗരവപൂർവമാണ് ഈ കാര്യം സൂചിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ, അങ്ങനെ നല്ലവരായി ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.